തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ ആവേശത്തിരയിളക്കി അയ്യങ്കാളി വള്ളംകളി. മഹാത്മാ അയ്യങ്കാളി ജലോത്സവത്തിൽ 17 വള്ളങ്ങൾ മാറ്റുരച്ചു. വനിതകൾ ഉൾപ്പെടെ തുഴയെറിഞ്ഞ ജലോത്സവം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അതിമനോഹരമായ കാഴ്ച കാണികൾ ആവേശപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ടതായിരുന്നു വെള്ളായണിക്കാരുടെ ആവേശം. കഴിഞ്ഞ 48 വർഷമായി അവരെ ആവേശത്തിലാഴ്ത്തുന്നത് വർഷാവർഷമുള്ള ഈ വള്ളങ്ങൾ തന്നെയാണ്. നല്ല മനോഹരമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഈ ഓണത്തിൻ്റെതാകുന്ന സന്തോഷം പങ്കിടുക പ്രദേശത്തിൻ്റെ വളരെയേറെ നല്ല ഒരു ആഘോഷമായി വളരെയേറെ സന്തോഷം. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായാണ് മഹാത്മാ അയ്യങ്കാളി ജലോത്സവ സമിതിയും സംസ്ഥാന സർക്കാരും ചേർന്ന് ജലോത്സവം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടകനായ മന്ത്രി വി ശിവൻകുട്ടി അയ്യങ്കാളിയുടെ ജീവിത പോരാട്ടങ്ങളെ അനുസ്മരിച്ചു. ഇന്ത്യൻ പോസ്റ്റ് പുറത്തിറക്കിയ പ്രത്യേക തപാൽ സ്റ്റാമ്പിലൂടെ ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടൊപ്പമുള്ള ആദരവ് പ്രകടിപ്പിച്ചു. അയ്യങ്കാളിയുടെ പേരിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്മാരകങ്ങളും പൊതുസ്ഥലങ്ങളും നിലവിലുണ്ട്. ഇവയെല്ലാം സമൂഹത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വലിയ ആദരവിന് തെളിവാണ്. ജലപ്പരപ്പിന് മേൽ ആവേശത്തിരയിളക്കാൻ അണിനിരുന്ന 17 വള്ളങ്ങളിൽ വനിതാ വിഭാഗത്തിൽ 3 വള്ളങ്ങൾ കൂടി ഉണ്ടായിരുന്നത് അപൂർവതയായി. വനിതകളുടെ സാന്നിധ്യവും വള്ളങ്ങളുടെ എണ്ണവും വർദ്ധിക്കണമെന്ന കാണികൾ കൂടി പറഞ്ഞതോടെ വരും വർഷങ്ങളിൽ വള്ളങ്ങൾ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയുമായി. ഈ കുടുംബശ്രീ പോലെയുള്ള കാര്യങ്ങൾക്ക് നല്ല ആക്റ്റീവാണ് കല്ലിയൂർ പഞ്ചായത്തിൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ അവിടെ താല്പര്യമുള്ളവരൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് തന്നെ ഇനിയും കൊണ്ടുപോകാം, വനിതകൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് വള്ളംകളിയെങ്കിൽ വേമ്പനാട്ടുകാർക്കത് നെഹ്റു ട്രോഫി ആണെങ്കിൽ വെള്ളയാണിക്കാർക്കത് അയ്യങ്കാളി ട്രോഫിയാണ്. തീർച്ചയായും ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് ഇനിയും ഈ വള്ളംകളിയുടെ ചരിത്രം എത്തുമെന്ന പ്രതീക്ഷയിലാണ് വെള്ളയാണിക്കാരും. ഉണ്ണി പാലാഴിക്കൊപ്പം അജ്മൽ ദിറാർ, മീഡിയ 1 തിരുവനന്തപുരം.